ഷക്രിയിലെ ഫ്രണ്ടിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സൈഗ സാൻഡ്രാക്കുന് വഴി പറഞ്ഞു കൊടുത്ത ഒരു ആൺകുട്ടീനും പെൺകുട്ടീനെയും കാണുവാണ്. ആ പെൺകുട്ടി ഒരു ആരോ എടുത്തിട്ട് സൈഗേന്റെ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അപ്പൊ അവൻ പറയുന്നു, ഇതൊരു മോൺസ്റ്റർ ഒന്നും അല്ല, ഇതൊരു പ്ലെയർ ആണ്. ഒരു പ്ലെയറോ? പക്ഷെ ഇതിനെ കാണുമ്പോൾ ഭയങ്കര അപകടകാരിയായിട്ടാണല്ലോ തോന്നുന്നത്. ഡേഞ്ചറസ് ആയി തോന്നുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പൊ ആ ചെക്കൻ സാൻഡ്രാക്കുവിന്റെ രൂപവും പിന്നെ അവൻ രണ്ടാമത്തെ ടൗണിലോട്ട് പോയി എന്നെല്ലാം സൈഗേനോട് പറയുവാണ്. സൈഗ പറയുകയാണ്, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ സൺഡ്രാക്കു റവന്യൂ സ്പൈ തന്നെ തോപ്പിച്ചു, അതും ഫസ്റ്റ് ടൗണിൽ പോവാണ്ട്. സൺഡ്രാക്കുവിന്റെ ഇൻഫർമേഷൻ തന്നതിന് അവർക്ക് ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് സൈഗ അവിടുന്ന് വേഗത്തിൽ പോവാണ്. ആ പെൺകുട്ടി പറയാണ്, ഇത്രയും സ്പീഡോ? അതാ ആരാ ഇത്? ആ ചെക്കൻ പറയാണ്, അവളുടെ ബേക്കിലുള്ള എംബ്ലം ഉണ്ടായിട്ടില്ലേ, അത് യുണീക് മോൺസ്റ്ററിന്റെ ആയ ലൈഗോൺ പിടിക്കുന്നവരുടെ എംബ്ലം ആണ്. ആ പെൺകുട്ടി പറയാണ്, യുണീക് മോൺസ്റ്റർ ലൈഗോൺ? ആ ചെക്കൻ പറയാണ്, യുണീക് മോൺസ്റ്റർ ഒരു പ്രത്യേകതരം മോൺസ്റ്റർ ആണ്, അവരെ കൊന്നാല് അവരെ തിരിച്ചു വരില്ല, സാധാരണ മോൺസ്റ്റേഴ്സിനെ കൊന്നു കഴിഞ്ഞിട്ട് വരുന്ന പോലെ. യുണീക് മോൺസ്റ്റേഴ്സ് അല്ല യുണീക്കാണ്, അതിനെപ്പോലെ മറ്റൊരു മോൺസ്റ്റർ ഉണ്ടാവൂല. ഇങ്ങനെ പറയപ്പെടുന്നു 7 യുണീക് മോൺസ്റ്റർ ഈ ഗെയിമിലുണ്ടെന്ന്. ടോപ്പ് പ്ലെയേഴ്സ് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാനുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല ഇതിനെ എങ്ങനെയാണ് മുമ്പിൽ കൊണ്ടുവരേണ്ടതെന്ന്. മറ്റൊരു ഭാഗത്താണെങ്കിൽ സൺഡ്രാക്കു നൈക്കുഗോൺ ദ നൈറ്റ് സ്ലേയറിന്റെ മുമ്പിൽ നിൽക്കുവാണ്. സൺഡ്രാക്കു പറയാണ്, ആ ഗോബ്ലിൻസ് വളരെ പവർഫുൾ ആയിരുന്നു, അതിനെ ഇതാണെങ്കിൽ ഒരടിയിൽ തന്നെ കൊന്നുകളഞ്ഞു. ഇതെന്റെ നേരെ ഒരേ ഇട്ടെങ്കിലും ചെയ്താൽ ഞാൻ തീർന്നു പോകും. പെട്ടെന്ന് ലൈഗോൺ സൺഡ്രാക്കുവിന്റെ നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. അതാണ് അവന്റെ സ്കിറ്റിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണ്. സൺഡ്രാക്കുവിന്റെ അവസ്ഥ മോശമാണ്. അവൻ വിചാരിക്കാണ്, എന്റെ ടൈമിങ് കുറച്ചൊന്ന് വ്യത്യാസപ്പെട്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ തീർന്നു പോയേനെ. ലൈഗോൺ പിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ സൺഡ്രാക്കു അത് ഡോജ് ചെയ്യുന്നു. എന്നിട്ട് ലൈഗോണിന്റെ നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് ലൈഗോൺ അപ്രത്യക്ഷനായിപ്പോയി. എന്നിട്ട് അവന്റെ പുറകിൽ ലൈഗോണെ കാണുവാണ്. ലൈഗോണിന്റെ പുറകിൽ നിന്നുള്ള അറ്റാക്ക് ചെയ്യുന്ന അവൻ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടത്. എന്നിട്ട് ലൈഗോണിന്റെ നേരെ പിന്നെ അറ്റാക്ക് ചെയ്തു. ലൈഗോണിനെ ആണെങ്കിൽ നിലാവിന്റെ വെളിച്ചത്തിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മേഘം വന്നു കഴിഞ്ഞാൽ ലൈഗോണെ കാണാനും പറ്റുന്നില്ല. ഈ കാര്യം സൺഡ്രാക്കുവിന് മനസ്സിലായില്ല. എന്നിട്ട് ലൈഗോൺ പിന്നെ അവൻ അറ്റാക്ക് ചെയ്യേണ്ടി വരുവാണ്. സൺഡ്രാക്കു എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് അവന്റെ നേരെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അറ്റാക്ക് ചെയ്യുവാണ്. സൺഡ്രാക്കു ചിന്തിക്കുകയാണ്, ഇതിന്റെ ശരീരം റവന്യൂ സ്പൈത്തിനെക്കാട്ടും ഭയങ്കര കട്ടിയാണല്ലോ. ഞാൻ തുടർച്ചയായിട്ട് 5 മിനിറ്റായിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഉറപ്പാണ് ഞാൻ ഇതിന്റെ നേരെ 200-ലധികം ക്രിട്ടിക്കൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ഇതിന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇതിനെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ ഈ വെപ്പൺ പൊട്ടിപ്പോകുന്നാൽ. അവൻ തുടർന്ന് പറയാണ്, ആക്ച്വലി ഇത് എന്നെക്കാട്ടും ഭയങ്കര പവർഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് SLF ഇതൊരു ഗോഡ് ലെവൽ ഗെയിമാണ് എന്നും പറഞ്ഞ് സൺഡ്രാക്കു അതിന്റെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ കണ്ണിലെല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ലൈഗോൺ ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് സൺഡ്രാക്കു ബേക്കിലോട്ട് അങ്ങ് നീങ്ങി പോകുന്നു. സൺഡ്രാക്കു ചിന്തിക്കുകയാണ്, ഞാൻ ഇതിന്റെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് ലൈഗോൺ വളരെ ഒച്ചത്തിൽ അലറുകയാണ്. അതുകൊണ്ട് സൺഡ്രാക്കുവിന്റെ ബോഡി മൂവ് ചെയ്യുന്നത് നിന്നുപോയിരുന്നു. പെട്ടെന്ന് ലൈഗോൺ അപ്രത്യക്ഷനായിപ്പോയി. എന്നിട്ട് സൺഡ്രാക്കുവിന്റെ 2 കാലുകൾ മുറിഞ്ഞു വീണു. സൺഡ്രാക്കു ചിന്തിക്കുകയാണ്, ഇവൻ ഇതെന്താണ് ചെയ്തത്? എന്നെ എന്തും വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്? സൺഡ്രാക്കു കടന്നിട്ട് പറയാണ്, റിയാലിറ്റി ഒരു മൂവിയൊന്നുമല്ല, എന്നും വെച്ച് ഏതെങ്കിലും നല്ല പ്ലെയർ വന്ന് എന്നെ രക്ഷിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇതൊരു മിറാക്കിളാണ്. ഇത്രയും വലിയൊരു അറ്റാക്ക് കൊണ്ടിട്ട് എനിക്ക് ഒരു HP മാത്രം ബാക്കിയുണ്ട്. ലൈഗോൺ സൺഡ്രാക്കുവിന്റെ മുമ്പിൽ നിൽക്കുവാണ്. ഇപ്പൊ സൺഡ്രാക്കു പറയുന്നു, നീ എന്നെക്കാട്ടും വളരെ സ്ട്രോങ് ആണ്. നിന്നെ അറിഞ്ഞുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആക്കിയിട്ടുള്ളത്. ലീഡർ ആക്കിയെടുത്തോളം അത്ര സ്ട്രോങ് ആണ് നീ. എന്ന് വെച്ചാൽ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ എന്റെ തീരുമാനം എടുത്തു. SLFന്റെ ഫൈനൽ ബോസിനെ തോൽപ്പിച്ചാലോ ഇല്ലെങ്കിലോ, പക്ഷെ ഞാൻ നിന്നെ തോൽപ്പിക്കും. ലൈഗോൺ ദ നൈറ്റ് സ്ലെയർ, ഞാൻ നിന്നെ എന്തായാലും തോൽപ്പിക്കും. എന്നിട്ട് ലൈഗോൺ സൺഡ്രാക്കുവിനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. എന്നിട്ടൊരു നോട്ടിഫിക്കേഷൻ വരുന്നു, സൺഡ്രാക്കുവിനൊരു കേസ് വന്നിട്ടുണ്ടെന്ന്. അവൻ ഹോട്ടലിൽ പുനർജനിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ അവന്റെ കേസിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കേസ് കാരണം അവൻ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. അവന്റെ ബോഡിയിൽ എവിടെയാണ് കേഴ്സ് മാർക്കുള്ള അവിടെ ഒന്നും ഒരു സാധനം വെക്കാൻ പറ്റൂല. സൺഡ്രാക്കുവിനെക്കാട്ടും ചെറിയ ലെവലുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം അവനെ കണ്ടാൽ പേടിക്കും. ബോഡിയിൽ കേഴ്സ് മാർക്കുള്ള അടുത്ത് മാജിക് എല്ലാം കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ മാർക്ക് മായ്ക്കാൻ വേണ്ടി പറ്റും ഏതെങ്കിലും സൈറ്റിന്റെ പ്ലെയർ കൊണ്ടോ അല്ലെങ്കിൽ ആ കേസ് എന്ന മോൺസ്റ്റർ ഡിഫീറ്റ് ചെയ്യുന്നത് കൊണ്ടോ. സൺഡ്രാക്കു വരെ മേത്തുള്ള മാർക്കെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുവാണ്. ആ പട്ടി എവിടെ നിന്ന് വന്നിട്ട് എനിക്ക് മാർക്കെല്ലാം തന്നിട്ട് പോയേ. സൺഡ്രാക്കു വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയാണ്, ഇതൊരു ട്രാഷ് ഗെയിമാണ്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവന് സമാധാനത്തോടെ ചിന്തിച്ചിട്ട് പറയാണ്, ഞാൻ ഈ ട്രാഷ് ഗെയിമിൽ നിന്ന് 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ശാന്തമായിട്ട് ചിന്തിക്കുക. രണ്ടാമത്തത് ഒരിക്കലും തോറ്റു കൊടുക്കാത്ത മനക്കെട്ടി. മൂന്നാമത്തത് ശാന്തമായ മനസ്സുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. സൺഡ്രാക്കു അവന്റെ സ്റ്റാറ്റ് പോയിന്റ് ഓരോന്നിനും നൽകുവാണ്. അത് അവന് ലൈഗോണുമായിട്ട് ഫൈറ്റ് ചെയ്തതിന് കിട്ടിയതാണ്. അവൻ പറയാണ്, ഇനി എന്റെ പോയിന്റ് എല്ലാം നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അവൻ അവന്റെ വൈറ്റാലിറ്റി എടുത്ത് നോക്കുമ്പോൾ 6 ഉള്ളൂ. ഞാൻ എന്നെ വളരെ വീക്കാക്കി കളഞ്ഞു. ഞാനാണെങ്കിൽ ഒരു ഹിറ്റ് ചെയ്യാൻ തന്നെ മരിച്ചു പോകും. പക്ഷെ വൈറ്റാലിറ്റിയിൽ പോയിന്റ് ഇടാനും പറ്റൂല. അങ്ങനെ ചെയ്താൽ സമുദ്രത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ആയി പോവും.
ഇനി ഞാൻ എൻ്റെ സ്പീഡും സ്റ്റാമിനയെ ആശ്രയിച്ച് വേണം ഇരിക്കാൻ. എൻ്റെ ബെസ്റ്റ് സ്റ്റാറ്റ്സ് ലെക്കാണ്. അത് കാരണമാണ് എൻ്റെ ഒരു HP ഞാൻ രക്ഷപ്പെട്ടത്. അതും ലൈവ് കൊണ്ട് ഹിറ്റ് കൊണ്ടിട്ട്. അവനിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മുയൽ അവൻ്റെ തലയിൽ വന്നിടിക്കുന്നു. സെൻട്രാക്കു എന്തിക്കാണ്, ഇതെന്താ ഒരു വാർപ്പിൾ ബണ്ണിയാണോ? ഇതിനെ കാണാൻ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. ആ ബന്നിയാണെങ്കിൽ ഹായ് എന്നെല്ലാം പറഞ്ഞിട്ട് ഓടുകയാണ്. അപ്പൊ സെൻട്രാക്കു അതിന്റെ പുറകെ ഓടുന്നു. അവൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇതിനെ അങ്ങനെ പിടിച്ച് എനിക്ക് നല്ല ഐറ്റംസ് എല്ലാം കിട്ടും. എന്നിട്ട് അവർ ഓടി ഒരു അടഞ്ഞ വഴീന്റെ അവിടെ വന്ന് എത്തുവാണ്. ഞാൻ നിന്നെ പിടിച്ചല്ലോ. അപ്പൊ ആ ബനെ ഒരു മതിലിൽ തൊടുവാണ്. അപ്പൊ അവിടെ ഒരു ഗേറ്റ് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അതാണെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. സെൻട്രാക്കോ അതിന്റെ മേലുള്ളത് വായിക്കുകയാണ്. യുണീക് സിനാരിയോ ഇൻവൈറ്റഡ് ഫ്രം റാബിറ്റുവ. എനിക്ക് മനസ്സിലായി, ഞാൻ ഇതിനെ പറ്റിയിട്ട് ഗെയിമിന്റെ സൈറ്റിൽ വായിച്ചായിരുന്നു. SLF-ൽ ഒരുപാട് ഗെയിം സിനാരിയോ ഉണ്ട്, മെയിനായിട്ടും സൈഡ് ക്വസ്റ്റ് ആയിട്ടും. ഇങ്ങനെയുള്ള സൈഡ് ക്വസ്റ്റുകളെയാണ് യുണീക് സിനാരിയോ എന്ന് പറയുന്നത്. ഇതിന് മിസ്റ്ററി സിനാരിയോ എന്നും പറയാം. എക്യുപ്മെന്റ്, സ്കിൽ, സ്പെൽ ഇതെല്ലാം ടോപ്പ് ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് ആൾക്കാർ ഇതിനെല്ലാം അന്വേഷിച്ച് നടക്കും. സെൻട്രാക്കോ അതിന്റെ ഉള്ളിലോട്ട് കയറുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ ലെക്ക് കാരണം ഇത്ര പെട്ടെന്ന് തന്നെ എനിക്കിത് കിട്ടാൻ കാരണം. സെൻട്രാക്കോ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പറയാണ്, ഇതെന്താ ഇവിടെ എനിക്ക് വാർപ്പിൾ ബനീസിന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളല്ലോ. ഞാൻ മോൺസ്റ്റേഴ്സിന്റെ താവളത്തിൽ എങ്ങനെയാണോ കയറിയേ? ഇപ്പൊ പുറകുന്നൊരു സൗണ്ട് കേൾക്കുവാണ്. സെൻട്രാക്കോ, ഞാൻ നിങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യാണ്. എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കേട്ടൊരു സെൻട്രാക്കോ സർപ്രൈസ് ആയിപ്പോയി. ആ റാബിറ്റ് പറയണേ, മുഴുവൻ റാബിറ്റ്സിനെ നിന്നെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം നീ ലൈവ് ഗോണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചങ്കുറ്റം കാണിച്ചില്ലേ. പിന്നെ നിന്റെ സ്ട്രൈക്കിംഗ് സ്കില്ലും വളരെ നല്ലതായിരുന്നു. എനിക്ക് നിന്നെ പോലെ ആകണമെന്നുണ്ടായിരുന്നു. സെൻട്രാക്കോ പറയാണ്, ഞാനൊരു സ്പോറൽ അങ്ങനെ ഏൽപ്പിച്ചാണ്. ആ ബന്നി പറയാണ്, കാരണം അത് വളരെ 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 സ്ട്രോങ് ആണ്. അതിനുശേഷം ആ ബന്നി സെൻട്രാക്കോ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോസ് നിന്നെ വിളിപ്പിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. സെൻട്രാക്കോ പറയാണ്, എന്നെ കാണാൻ വേണ്ടിയിട്ടോ? എന്നിട്ട് ആ മൊയലിന്റെ പേരെല്ലാം ചോദിക്കുവാണ്. നീ എന്നെ എമോൽ എന്ന് വിളിച്ചോ? എന്നിട്ട് അവർ രണ്ടുപേരും പാലസ് ഓഫ് റാബിറ്റ്സോയിലോട്ട് പോവുകയാണ്. എമോൽ പറയണോ, ഒരുപാട് ഹ്യൂമൻസ് റാബിറ്റ്സോ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ ആദ്യമായിട്ടാണ് പാലസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെൻട്രാക്കോ എന്തിക്കുന്നു, ഞാൻ ആദ്യമായിട്ടാണോ? അപ്പൊ ഈ യുണീക് സിനാരിയോനെ പറ്റി എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ വട്ട് പിടിച്ച പട്ടി എന്നെ കടിക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. എനിക്ക് തോന്നുന്നു എൻ്റെ നല്ല സമയം വരാനായിരുന്നു. എന്നിട്ട് വാതിൽ വന്നിട്ട് പറയണേ, ഡാഡി അല്ല ബോസ്, ഞാനിവനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെല്ലാവരും നിങ്ങൾ കാണാൻ വേണ്ടിയിരുന്നേ. സെൻട്രാക്കോ ഉള്ളിലോട്ട് നോക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവനങ്ങ് ഞെട്ടിപ്പോയി. ബോസ് ഉള്ളിലിരുന്നിട്ട് പറയാണ്, നീ ഇങ്ങോട്ട് വരാൻ ഒരുപാട് സമയം എടുത്തു. നീ അല്ലായിരുന്നു ആ പപ്പീനെ അടിച്ചത്, എന്നിട്ടൊരു തമാശയാക്കി മാറ്റിയത്. ഞാൻ വിചാരിച്ചു എല്ലാ ഹ്യൂമൻസും യൂസ്ലെസ് ആണെന്ന്, പക്ഷെ നീ അവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഞാൻ റാബിറ്റ്സിന്റെ ബോസാണ്, പേര് വൈസാക്. കാരണം എന്താണെന്നറിയില്ല, പക്ഷെ സെൻട്രാക്കോ അവനെ കണ്ട് പേടിക്കുകയാണ്. ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു.